ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്ക്, വരവ് ചെലവ് കണക്ക് ജില്ലാ സമ്മേളനത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അങ്ങനെയാണ്. അതിൽ ആഡിറ്റ് പരിശോധിച്ച് ആ പരിശോധനയ്ക്ക് വിധേയമായ കണക്കാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. സമ്മേളനം ഏകകണ്ഠമായി ആ കണക്ക് അംഗീകരിച്ച കണക്കാണ്. പക്ഷേ ജില്ലാ സമ്മേളനത്തിൽ രാജു സെക്രട്ടറി അല്ലാതെ വേറൊരു സംവിധാനം അവിടെ വന്നപ്പോൾ അവർ ഈ കണക്ക് കൃത്രിമമുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് ഒരു ആക്ഷേപം കൊണ്ടുവന്നതാണ്. അത് വിദഗ്ധന്മാരായ കണക്ക് പണ്ഡിതന്മാരൊന്നും ചെയ്തതൊന്നുമല്ല, കണക്ക് കൃത്രിമമുണ്ടെന്ന് പറഞ്ഞൊരു ആക്ഷേപം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് പാർട്ടി നടപടിക്ക് വിധേയമാക്കി. അപ്പോൾ അത് സംസ്ഥാന കമ്മിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി. സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തി ഒരു കമ്മീഷനെ. അവർ പരിശോധിച്ചിട്ട് ക്രമക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞു. ക്രമക്കേടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നടപടിക്ക് വിധേയമായവരെ തിരിച്ചെടുക്കണമല്ലോ. അത് കാലതാമസം വന്ന് നീണ്ടുപോയി, ചെയ്യുന്നില്ല. അപ്പോൾ അപ്പീൽ കൊടുക്കുന്നത് കൺട്രോൾ കമ്മീഷനാണ്, പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ പരിശോധിച്ചിട്ടും അവരെ തിരിച്ചെടുക്കണം, ഇത് ഗുരുതരമായ ക്രമക്കേടുകളൊന്നും ഈ കാര്യത്തിലില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ ഒരു സഖാവിനെ തിരിച്ചെടുക്കുകയും രാജുവിനെ മാറ്റി നിർത്തുകയും ചെയ്തു. അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ അവസാന കാലത്ത്. അതും അദ്ദേഹത്തിന് വലിയൊരു ആഘാതമായിരുന്നു. അതൊക്കെ പിന്നെ അവർ പരിശോധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും, അതുകൊണ്ട് പാർട്ടിയുടെ ഒരു അതോറിറ്റി ആയിട്ട് എനിക്ക് വർത്തമാനം പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ ഒരു സാധാ മെമ്പറാണ്. ഞാനിപ്പോൾ പാർട്ടിയുടെ ഉന്നത രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് കഴിഞ്ഞ സമ്മേളനം വരെ. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, സ്റ്റേറ്റിൻ്റെ ചുമതലക്കാരനായിരുന്നു, ഒരുപാട് ചുമതലകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവായി. അത് മനുഷ്യരെ സ്വാഭാവികമായിട്ടുണ്ടാവും. അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പരിശോധിക്കാനും സാധിക്കില്ല. അത് പാർട്ടി പരിശോധിക്കട്ടെ, വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കട്ടെ. എന്തായാലും അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് വിഷമം എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്, പലരോടും പങ്കുവെച്ചിട്ടുണ്ട്. അത് വീട്ടുകാർക്കും അറിയുന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ വീട്ടുകാരങ്ങനെ പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ആരൊന്നും അന്വേഷിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാനിടയായത് ഒരു സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ആ ചടങ്ങ് നടക്കേണ്ടത് വീട്ടിൽ ഇന്നലെ അവർക്ക് പലരും വന്നില്ല. സ്വയം ഭയമുള്ളവരൊക്കെ വന്നില്ല. അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചവരാരും ഈ വീട്ടിൽ പ്രവേശിക്കരുത് എന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണ് തോന്നുമോ എന്ന് സംശയിക്കുന്നവർ പലരും അവിടെ വന്നില്ല. അതൊക്കെ നിങ്ങൾ പരിശോധിച്ചോ, പലരും അവിടെ വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ഭയം ഉണ്ടാവുമല്ലോ അവർക്ക്. ഞങ്ങളായിരിക്കുമോ കുറ്റക്കാരെന്ന് തോന്നിയിട്ടുണ്ടാവുമോ എനിക്ക് സംശയമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. അവരാണ് നാട്ടുകാരാണ്, ആ പ്രദേശത്തുകാരാണ്, പറവൂക്കാരാണ്. വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ പോയി പരിശോധിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഈ കാര്യത്തിൽ പറയാനില്ല. പാർട്ടി എന്തായാലും പരിശോധിക്കും, അതിന് സംശയമൊന്നുമില്ല. പാർട്ടി ഇതൊക്കെ പരിശോധിക്കേണ്ടതാണല്ലോ. പാർട്ടി എന്ന് പറഞ്ഞത് ജനങ്ങളുടെ പാർട്ടിയല്ലേ, ഏറ്റവും നല്ല മനുഷ്യസ്നേഹപരമായ പ്രവർത്തനം നടത്തുന്നതല്ലേ പാർട്ടി. അതാണ് ആശയം. ഇക്കാലം അത്രയും പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് മരിച്ചവരാണ് ഈ പാർട്ടിയുടെ ബഹുഭൂരിപക്ഷ ആളുകൾ. ഇന്ന് അപൂർവം ചില ആളുകൾ പാർട്ടിയെക്കൊണ്ട് ജീവിക്കുന്നവർ ഇതിൻ്റെ തലപ്പത്ത് വരുന്നുണ്ടോ എന്ന് സംശയത്തിൻ്റെ അവസ്ഥ സാധാരണ സഖാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെട്ടാണ്. പാർട്ടി പരിശോധിക്കും, പാർട്ടി തിരുത്തും. ഇല്ല, ഇന്നലെ ഞങ്ങളെല്ലാവരും കണ്ടിരുന്നില്ല. ഞാൻ ഇന്നലെ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു. വിനോദ് ഞാനും അടുത്തടുത്താണ് ഒരുപാട് നേരം ഇരുന്നത്. ആ സമയത്ത് ഇതൊന്നും സംസാരിക്കേണ്ട ഒരു സമയമല്ലല്ലോ. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അതിൻ്റെ ഒരു ചെറിയ പരാമർശം ഉണ്ടായിരുന്നത്. അത് എൻ്റെ മനസ്സിൽ വലിയ വ്യക്തിപരമായ ദുഃഖം നിലനിൽക്കുകയാണ്. അത് രാജുവിനുണ്ടായിരുന്നു. അത് പാർട്ടി പരിശോധിക്കട്ടെ, പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കട്ടെ.